പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മേരി. ഞാൻ 11th കഴിഞ്ഞ് 12th ഇതിലാണ്. ഞാനാണെങ്കിൽ ബേസിക്കലി ജീസസ് യൂത്ത് ഫാമിലിയിൽ എൻ്റെ അപ്പനും അമ്മയും ജീസസ് യൂത്ത് ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ JY കുഞ്ഞുനാൾ മുതലേ എനിക്കറിയാവുന്നതാണ്. ഞാൻ എങ്ങനെയാണ് അപ്പൻ്റെ കൂടെ ആയാലും അമ്മയുടെ കൂടെ പോവുകയാണെങ്കിൽ ഞാൻ ജീസസ് യൂത്തിൽ വളർന്നൊരു കൊച്ചാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ JYയിൽ ഉണ്ടെങ്കിലും ഐ വാസ് നോട്ട് ആക്റ്റീവ്. എനിക്കാണെങ്കിൽ ഈശോനെ അറിയാനോ അല്ലെങ്കിൽ എനിക്ക് ഈശോനെ അനുഭവിക്കാനോ എനിക്കങ്ങനെയൊന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കാണെങ്കിൽ 10th പാസ് ഔട്ട്സിന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സോൾട്ട് ആൻഡ് ലൈറ്റ്. അതിലൂടെയാണ് ഞാനാണെങ്കിൽ ടീൻസ് മിനിസ്ട്രി എന്താണോ അത് അറിയാനാണെങ്കിൽ ജീസസ് യൂത്തിന് ഇനീഷ്യേറ്റീവായിട്ട് ഞാനാണെങ്കിൽ സോൾട്ട് ആൻഡ് ലൈറ്റിലോട്ട് വരണേ. അങ്ങനെ ഞാൻ ആ 7 ദിവസമായിരുന്നു ഞങ്ങൾക്ക് ക്യാമ്പ്. എനിക്കാണെങ്കിൽ ആ ദിവസം ഈശോനെ അനുഭവിക്കാനും അതുപോലെ തന്നെ ഞാൻ അനുഭവിച്ച ഈശോനെ കൂടുതലും കൂടെ എനിക്ക് അറിയുവാനും എനിക്ക് പറ്റി. അങ്ങനെ ഞാനാണെങ്കിൽ സോൾട്ട് ആൻഡ് ലൈറ്റ് കഴിഞ്ഞ് എന്നെ ആണെങ്കിൽ ടീൻസ് ഇരിഞ്ഞാലക്കുട സോണിൽ നിന്നാണ് ഞാൻ. അപ്പോൾ ഇരിഞ്ഞാലക്കുട സോണിലെ ടീൻസ് മിനിസ്ട്രി അംഗമായിട്ട് എന്നെ വിളിച്ചു. ആദ്യം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മിനിസ്ട്രിയാണ്, എങ്ങനെ പിള്ളേർ ഒന്നാമത് ടീൻസ് എൻ്റെ പ്രായത്തിലുള്ളവരാണ്, അവരെങ്ങനെ എന്നെ കണക്കാക്കും, എനിക്കങ്ങനെ ഭയങ്കര കുറേ ഡൗട്ട്സ് ഉണ്ട്. കാരണം എൻ്റെ പ്രായത്തിലുള്ള പിള്ളേർ ഞാൻ പറയുമ്പോൾ എൽഡേഴ്സ് അല്ലാണ്ട് ഞാൻ അവരുടെ കൂടെ ആയിരിക്കണം ഒരാൾ ഈശോനെ കുറിച്ച് പ്രഘോഷിക്കാൻ, അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യം എങ്ങനെ അവരെടുക്കുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനാണെങ്കിൽ ഇരിഞ്ഞാലക്കുട ടീൻസ് മിനിസ്ട്രിയിലൂടെ ഇങ്ങനെ ഓരോ ഇനീഷ്യേറ്റീവ് ഞങ്ങൾക്കാണെങ്കിൽ ഒരു ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലാണെങ്കിൽ അവിടെ വെച്ച് എനിക്ക് ഈശോനെ പ്രഘോഷിക്കുവാനും അതുപോലെ തന്നെ ഞാൻ രുചിച്ചറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ അത് ഞാൻ പറയുമ്പോൾ പിള്ളേർ നമ്മുടെ ഈ ഉള്ള പിള്ളേരെയൊക്കെ ആണെങ്കിൽ മുഖത്തുള്ള സന്തോഷവും അവർ ഞാൻ പറയുമ്പോൾ അവരുടെ ഒരു തീക്ഷ്ണതയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ അഡോറേഷനും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കഴിയുമ്പോൾ അവരാണെങ്കിൽ പേഴ്സണലി വന്ന് പറയും, ചേച്ചി അടിപൊളിയായിരുന്നു, അഡോറേഷനൊക്കെ എനിക്ക് ഈശോയെ അനുഭവിക്കാൻ പറ്റി, അങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ദാറ്റ് മീൻസ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം അവരും നമ്മളെപ്പോലെ തന്നെ ഈശോയെ അനുഭവിച്ചു എന്നുള്ള സന്തോഷം എപ്പോഴും എനിക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ജീസസ് യൂത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി. അത്രയും ജോയ്ഫുൾ ആയിട്ട് നമ്മൾ ഈശോയുടെ ഒപ്പം ഇരുന്ന് ഓരോ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ജീസസ് യൂത്തിലെ ഫെലോഷിപ്പ് ഇവാഞ്ചലൈസേഷനാണ്. കാരണം ഞാനും എൻ്റെ വേറൊരു കൂട്ടുകാരനും പിന്നെ ഈശോയും കൂടി വരുന്നതാണ് ഫെലോഷിപ്പ്. അപ്പോൾ ആ ഫെലോഷിപ്പിൽ ഞാൻ സംസാരിക്കുന്ന ഒരാളായിട്ട് തൊട്ടപ്പുറത്ത് എൻ്റെ കൂടെ നിന്ന് ഈശോ ഉണ്ടാവുന്നതാണ് ഫെലോഷിപ്പ്. ആ ഫെലോഷിപ്പ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജീസസ് യൂത്തിലെ. അതുപോലെ തന്നെ ഇവാഞ്ചലൈസേഷൻ, മറ്റുള്ളവരുടെ അടുത്ത് ഞാൻ അനുഭവിച്ച ഈശോയെ മറ്റുള്ളവരുടെ അടുത്ത് പകർന്നു കൊടുക്കുക എന്നുള്ള ദൗത്യം അതെനിക്ക് ഈശോ ഇപ്പോഴും തന്നിട്ടുണ്ട്. ഇപ്പോഴും ഓരോ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ പ്രോഗ്രാം വരാണെങ്കിൽ എവിടെ വന്നാലും സ്കൂളിലായാലും പാരിഷിലായാലും എവിടെ വന്നാലും ഞാൻ അനുഭവിച്ച ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ആഗ്രഹവും തീക്ഷ്ണത ഇപ്പോഴും എനിക്കുണ്ട്. പ്രൈസ് ഗോഡ്.